പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ പാറമട അപകടത്തിൽപ്പെട്ട ബീഹാർ സ്വദേശി അജയ് രാജിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. രക്ഷാദൌത്യത്തിനിടെ പാറ പൊട്ടി വീഴുന്നതാണ് ദൌത്യസംഘത്തിന് മുന്നിലെ പ്രധാന വെല്ലുവിളി. എന്നാൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനം പരാജയമാണെന്നും നൂതന സാങ്കേതിക വിദ്യ ഒന്നും ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നും കേരള കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ ജോസഫ് എം പുതുശ്ശേരി ആരോപിച്ചു. രാവിലെ 7 മണിയോടെ രക്ഷാദൌത്യം ആരംഭിച്ചെങ്കിലും കാര്യമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചു. കൂടുതൽ വലിയ ക്രെയിനുകൾ എത്തിച്ച് ദൌത്യം മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ പാറമടയ്ക്കുള്ളിലേക്ക് കടക്കാൻ കഴിയാത്തത് പ്രതിസന്ധിയായി. ഇതോടെ ആ ശ്രമം ഉപേക്ഷിച്ചു. 20 അംഗ RTF സംഘവും 30 NDRF അംഗങ്ങളുമാണ് ദൌത്യസംഘത്തിലുള്ളത്. ഇടയ്ക്കിടെ പാറ ഇടിയുന്നതാണ് പ്രധാന വെല്ലുവിളി. ഉച്ചയോടെ സംഭവസ്ഥലത്തെത്തിയ അജയ് രാജിന്റെ സഹോദരൻ ഉദയ് തെരച്ചിൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടു. 2 बजे मेरा फोन किया इधर से, वो मैं उधर से हैदराबाद गया, उधर शमशाबाद में फ्लाइट नहीं था, नाइट में मॉर्निंग में था, बोल को अभी आया। मैं हैदराबाद में ड्राइविंग करता है। कितना ब्रदर पूरा भाग हमारा 5 ब्रदर नहीं, छोटा ये है मेरा। हाँ, कौरी का वो ओनर्स क्या आपने पूछा? ओनर नहीं बात किया, बात नहीं किया, बोला इधर आने दो, इधर बात करेगा। मैं बोला फोन करके, बोला इधर आओ. എന്നാൽ തെരച്ചിലിന് വേഗം പോരെന്നാണ് സ്ഥലം സന്ദർശിച്ച കേരള കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ ജോസഫ് എം പുതുശ്ശേരിയുടെ ആക്ഷേപം. ഇവിടെ വന്നതിന് ശേഷമുള്ള റിപ്പോർട്ട് അനുസരിച്ച് രാവിലെ വന്ന ആളുകൾ തിരിച്ചു പോയിരിക്കുന്നു. ഇനിയും പുതിയ ആളുകൾ വരണമെന്ന് പറയുന്നു. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴലുന്ന ഒരവസ്ഥയാണ് രക്ഷാപ്രവർത്തനവുമായി ഏകോപിപ്പിക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരം ഒരു ദുരന്ത മുഖത്ത് ഒരു നിമിഷം വൈകാതെ അടിയന്തരമായി ഉണ്ടാവേണ്ട ക്രമീകരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. എന്നാൽ ഇപ്പോഴത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനധികൃതമായി ക്വാറി പ്രവർത്തിക്കുന്നുവെന്ന പരാതികൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നായിരുന്നു രാവിലെ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണന്റെ പ്രതികരണം. ക്വാറിക്കെതിരെയുള്ള പരാതികൾ ഈ ക്വാറിക്കെതിരെ ഒരു ക്വാറി ഹിയറിംഗ് നടക്കുന്ന വേറൊരു സമയത്ത് ഹിയറിംഗ് നടക്കുന്ന സമയത്ത് കുറച്ച് പരാതികൾ ആളുകൾ നാട്ടുകാർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് പറഞ്ഞ പ്രകാരം എന്ന് പറഞ്ഞാൽ ഈ ക്വാറിയിൽ നിന്നും വെള്ളം ഇവിടെ പൊല്യൂട്ട് ചെയ്യുന്നു, അത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനത്തെ ഒന്നും ഇല്ല എന്നാണ് അന്ന് റിപ്പോർട്ട് തന്നിരുന്നത്. അതൊന്നും നടപടിയായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. അത്തരം പരാതി ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ടില്ല, ശ്രദ്ധപ്പെട്ടില്ല. എന്നാൽ ജില്ലാ കളക്ടറുടെ വാദം പ്രദേശവാസികൾ തള്ളിക്കളഞ്ഞു. നിരവധി തവണ പരാതിയുമായി എത്തിയതാണെന്നും സ്ഥലം സന്ദർശിച്ച് നടപടിയെടുക്കാമെന്ന് പറഞ്ഞ് കളക്ടർ പറ്റിച്ചെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. ഞങ്ങൾ ഒരാളല്ല, ഞങ്ങളുടെ വാർഡിലെ മൊത്തം പേരും കൊടുത്തിട്ടുണ്ട്. 1-2 പേരാണെന്നൊക്കെ പറയാൻ കള്ളത്തരമായി സാറ് പറയുന്നത്. കളക്ടർ പറഞ്ഞത് ഞാൻ വന്ന് കാണട്ടെന്ന്, ഇതുവരെ വന്നില്ല. ക്വാറിയുടെ പ്രവർത്തനാനുമതി സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ ജില്ലാ കളക്ടർ ജിയോളജി വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കാമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. ന്യൂസ് മലയാളം, പത്തനംതിട്ട.